ഫ്രണ്ട്സ്, വെൽക്കം ടു 3Cunes 1819 ചാനൽ. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായി പഠിച്ചിട്ട് പോയാൽ നമുക്ക് ഫസ്റ്റ് വേടാൻ കഴിയും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് എന്ന്? ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി അണുബോംബ് ഉപയോഗിക്കപ്പെട്ട രാജ്യം ഏതാണെന്നാണ്? ഉത്തരം ജപ്പാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി അണുബോംബ് പരീക്ഷിച്ച രാജ്യം ഏതാണെന്നാണ്? അതിന്റെ ഉത്തരം അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട നഗരങ്ങളാണ്? ഹിരോഷിമ, നാഗസാക്കി. നഗരങ്ങളും രാജ്യങ്ങളും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട നഗരമാണ്? ഉത്തരം ഹിരോഷിമ. അടുത്ത ക്വസ്റ്റ്യൻ, ജപ്പാനിൽ ബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്ക ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിലേക്ക് ബോംബ് വർഷിച്ചത്. അമേരിക്ക നാഗസാക്കി എന്ന നഗരത്തിൽ ബോംബ് വർഷിച്ച ദിവസം? ഉത്തരം 1945 ഓഗസ്റ്റ് 9 പകൽ 11:02. അടുത്ത ക്വസ്റ്റ്യൻ, ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് എന്താണ്? ഉത്തരം ലിറ്റിൽ ബോയ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര്? നാഗസാക്കിയും ഹിരോഷിമയും തമ്മിൽ തിരിഞ്ഞു പോകുന്നത്. നാഗസാക്കിയിൽ വർഷിച്ചത് ഫാറ്റ്മാൻ, ഹിരോഷിമയിൽ വർഷിച്ചത് ലിറ്റിൽ ബോയിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം? ഉത്തരം 4400 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളവും ഭാരവും തിരിഞ്ഞു പോകരുത്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ നീളം 3 മീറ്ററും ഭാരം 4400 കിലോഗ്രാമുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ഉത്തരം എന്നോള ഗേ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ പോൾ ഡബ്ല്യു ഡിബറ്റ് എന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ് എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം 6.4 കിലോഗ്രാം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ നീളം എത്രയാണ്? അതിന്റെ ഉത്തരം 3.3 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം യുറേനിയം 235. അടുത്ത ക്വസ്റ്റ്യൻ, നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ വർഷിച്ചതും നാഗസാക്കിയിൽ വർഷിച്ചതുമായ അണുബോംബുകളുടെ കാര്യം തിരിഞ്ഞു പോകരുത്. അടുത്തത്, ഹിരോഷിമയുടെ ഫോട്ടോഗ്രാഫർ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം യോഷിറ്റോ മാറ്റ്സുഷിഗെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിരോഷിമ സ്ഫോടനത്തെ അതിജീവിച്ചവരിൽ ഏറ്റവും അടുത്ത് ഉണ്ടായിരുന്ന വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ഐസോനോമുറയാണ് ഹിരോഷിമയെ അതിജീവിച്ചവരിൽ ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബോംബിൽ നിന്ന് രക്ഷപ്പെട്ടവർ വരച്ച ചിത്രത്തിൽ പറയുന്ന പേര്? അൺഫോർഗെറ്റബിൾ ഫയർ എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ബോംബിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പറയുന്ന പേര്? ഈ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പറയുന്ന പേരെന്താണെന്നാണ് ഉത്തരം ഹിബാകുഷ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഹിബാകുഷ എന്നതിൻ്റെ അർത്ഥം? ഈ ബോംബിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പറയുന്നത് ഹിബാകുഷ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്ഫോടനം ബാധിച്ച ആളുകൾ എന്നാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തത്, 2 സ്ഫോടനങ്ങളിലും അതിജീവിച്ചവരെ പറയുന്ന പേര്? ആദ്യം സ്ഫോടനിൽ നിന്ന് അതിജീവിച്ചവർ ഹിബാകുഷകളായിരുന്നു. 2 സ്ഫോടനങ്ങളിൽ നിന്നും അതിജീവിച്ചവർ ഇരട്ട ഹിബാകുഷകൾ.
ഇനി നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം, ഉത്തരം കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റ് ചെയ്യുന്നവരെ നമ്മൾ വിജയികളായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ആ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്: ആദ്യത്തെ ഇരട്ട ഹിബാകുഷ എന്നറിയപ്പെടുന്നത് ആരാണെന്ന്? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടേ ക്വിസിന് പോകാവൂ. ഇത്രയും 25 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫസ്റ്റ് ലഭിക്കുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ.